ഞാൻ മുബഷിറ. ഞാൻ മലപ്പുറം ജില്ലയിലെ വേങ്ങരയാണ് എൻ്റെ വീട്. ഞാൻ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം എഴുതി. ഞാൻ ഡിഫറൻ്റ്ലി ഏബിൾഡിൻ്റെ വിഷ്വലി ഇമ്പയർഡിൽ സെക്കൻഡ് റാങ്ക് ആണ്. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ജോലി കയറാൻ പറ്റി ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആയിട്ട്. എൻ്റെ ജേർണി സിവിൽ സർവീസിലേക്കുള്ള ജേർണിയാണ്. എനിക്ക് എൻ്റെ പഠിത്തം, പിന്നെ ഒരുപാട് വായന, ഇതൊക്കെയായിരുന്നു എൻ്റെ ശീലങ്ങൾ. 10th നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് മെഡിക്കൽ എൻട്രൻസ്, എനിക്ക് ഡോക്ടർ ആവണം, ഒപ്താൽമോളജിസ്റ്റ് ആവണം എന്നാണ്. കാരണം എനിക്ക് ബൈ ബർത്ത് ഗ്ലൂക്കോമ ഉള്ള ഒരാളാണ്. എനിക്ക് +2 ആയപ്പോഴാണ് എൻ്റെ കാഴ്ച പോകുന്നത്. അപ്പം ഞാൻ +1 ജോയിൻ ചെയ്യുന്നു. ഹാപ്പി ആയിട്ട് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നു. അത് കഴിഞ്ഞ് എനിക്ക് +1 നിന്നൊരു വൊമിറ്റിംഗ് ഉണ്ടാകുന്നു. +2 ആയപ്പോഴത്തേനും കാഴ്ച കുറഞ്ഞു വരുന്നു. ഞാൻ കരഞ്ഞിട്ട് എക്സാം എഴുതിയ ഒരു എക്സാമാണ് +2 മാത്സിൻ്റെ എക്സാം. ഞാൻ എഴുതാതെ ഞാൻ പറഞ്ഞു കൊടുത്ത എക്സാം എഴുതുന്ന അന്ന് ആദ്യമായിട്ടാണ്. നമുക്കറിയില്ല, 9th ഒരാളായിരുന്നു എനിക്ക് എക്സാം എഴുതി തന്നത്. അന്നാണ് ഞാൻ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാര്യത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴൊക്കെ. കേസ് മെൻറ്ററിനെ കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ കേസ് മെൻറ്ററിൽ കേസിൻ്റെ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മെഡിക്കൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ +2 കഴിഞ്ഞ് എനിക്ക് കാഴ്ച പോയതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നുമില്ല. അപ്പം നല്ല ഗൈഡൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ കേസ് മെൻറ്റർ നല്ലൊരു ഓപ്ഷനാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴും ഞാൻ ഇതിനു വേണ്ടി ആലോചിച്ചിട്ടില്ല. പിന്നെ ഇതേപോലെ എപ്പോഴും ഞാൻ ഷോർട്സ് എന്തോ കണ്ടതാ, ടെസ്റ്റ് സീരീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നെ ഇങ്ങനെ ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഇത്ര ടെസ്റ്റുകളുണ്ട്. എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ കേസ് മെൻറ്ററിൽ ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു, ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് പെട്ടെന്ന് തരണം. കാരണം ഞാൻ ഇങ്ങനെ സ്ക്രൈബ് വെച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ആളുടെ അവൈലബിലിറ്റി അനുസരിച്ച് എനിക്ക് ഫീഡ്ബാക്ക് തന്നാലേ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അത് എനിക്ക് ഉടനത്തെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഫീഡ്ബാക്ക് തന്നു. അതെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നതുകൊണ്ടാണ് എനിക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും ഈസിയായിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയത്. 2019 എറണാകുളം ജില്ലയുടെ സബ് കളക്ടർ ഒരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. അപ്പം അതാണ് എനിക്ക് പറ്റും എന്നുള്ളൊരു ഇത് തോന്നാനുള്ള കാരണം. പിന്നെയാണ് ഞാൻ പ്രിപ്പറേഷനിലേക്ക് വരുന്നു. എനിക്ക് ഇതേപോലെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ട്, പ്രത്യേകിച്ച് എനിക്ക് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ എടുത്തു പറയാൻ കാരണം, നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ സർവീസിൽ കയറി ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട്, റിസർവേഷൻ ഉണ്ടല്ലോ, പെട്ടെന്ന് കിട്ടും, അങ്ങനെ കിട്ടിയ ജോലിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 രീതിയിൽ എക്സാം എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ എല്ലാവരെ പോലെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഒരു വാസ്റ്റ് മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ ഡ്രീമാണ്. അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഒരു ഈസി ടാസ്ക് അല്ല. ഇപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ കോമ്പീറ്റ് ചെയ്യുന്നത് അവരുടെ കാറ്റഗറിയിലോടാണ് അവർ കോമ്പീറ്റ് ചെയ്യുന്നത്. ആ കാറ്റഗറിയിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ടഫ് ആൻഡ് ടൈറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. ഈ എക്സാം നടത്തുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ നടത്തുന്നത് അതിൻ്റെ റൂൾസൊക്കെ ഫോളോ ചെയ്ത് എല്ലാവരും എക്സാം എഴുതുന്ന പോലെ തന്നെയാണ് എക്സാം എഴുതുന്നത്. ഞാൻ പൊതുവേ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളോ ഒരുപാട് റിസോഴ്സുകൾ, ഒരുപാട് മീൻസ് മെറ്റീരിയൽസ് അങ്ങനെയൊന്നും യൂസ് ചെയ്ത് പഠിക്കുന്ന ഒരാളെ അല്ല ഞാൻ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ മോക്ക് ഇൻ്റർവ്യൂ ഒന്ന് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കേസ് മെൻറ്ററിൻ്റെ ആയിരുന്നു. എനിക്ക് മലപ്പുറത്തുനിന്ന് തിരുവനന്തപുരം വരെ വരാനുള്ളൊരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മോക്ക് ഇൻ്റർവ്യൂ കേസ് മെൻറ്ററിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവിടെ വരണം എന്ന് ആദ്യം പറഞ്ഞു. അപ്പം ഞാൻ അവരോട് എൻ്റെ ഒരു കൺസേൺ പറഞ്ഞു, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പം എനിക്കൊന്ന് ഓൺലൈൻ ആക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് കേസ് മെൻറ്ററിൽ വന്നതൊരു ജഡ്ജ് തന്നെയായിരുന്നു. ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വന്നത് ഫോർമർ ജഡ്ജായിരുന്നു. അപ്പോൾ സാറും സമ്മതിച്ചു. അപ്പം അങ്ങനെ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷന്. കാരണം ഞാൻ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എങ്ങനെ എനിക്ക് അപ്രോച്ച് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സാറും ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് തന്നു. സാറും ഭയങ്കര കൂളാക്കിയിട്ടാണ് വിട്ടത്, ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വിട്ടത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഫോറിൻ സർവീസാണ്. ബ്യൂറോക്രസിയിൽ എനിക്കെപ്പോഴും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ
എല്ലാവരും ബ്യൂറോക്രസിയിൽ വരുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഹെലൻ കെല്ലർ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, പക്ഷേ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ചെയ്യുകയും ചെയ്യും. താങ്ക് യു.